ഹലോ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. വലൈക്കും സലാം. ഹൈർ മുബാറക്. എന്തൊക്കെയാ വിശേഷം? നിങ്ങൾ പോയാലും ഇതിപ്പോ 5ാമത്തെ പെരുന്നാളല്ലേ? അവിടെ എന്തൊക്കെയാ വിശേഷം? പെരുന്നാളൊക്കെ എങ്ങനെ? അടിച്ച പൊളിയാണിക്കാ. ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി വെച്ചപ്പോ നമ്മളെ മോനൊരേ വാശി മട്ടൻ ബിരിയാണി തന്നെ വേണമെന്ന്. അങ്ങനെ അതും വെച്ച് മക്കളെ വിഷമിക്കരുതല്ലോ. ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോ? പിന്നെ 2 പേർക്കും കൂടെ ഒരു 5000 റുപ്യായി. പിന്നെ എന്റെ ചുരിദാറിനൊരു 3500 ആയി. പിന്നെ ഷോപ്പിങ്ങിന് പോയപ്പോഴുള്ള ഫുഡൊക്കെ കൂടി ഒരു 1500 വേറെയും. അങ്ങനെ എല്ലാം കൂടി ഒരു 10 അങ്ങോട്ട് കലങ്ങി. പിന്നെന്തൊക്കെ വിശേഷങ്ങള്? വേറെ ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഫോണിൽ തത്താക്ക് കൊടുക്കണേ. മുനീറേ, ഞങ്ങളൊക്കെ അവിടെ തിരക്കിലാമനെ. ഷബിനാന്റെ പുയ്യാപ്പിളന്റെ പുഴേനെ വിരുന്ന് വരുമെന്ന് അറിയിച്ചിരിക്കണേ. 2 തരങ്കിലും ബിരിയാണി വേണ്ടേ? പിന്നെ മുട്ടമാല, മുട്ട സർക്ക, പാലട, പിന്നെ ബിരിയാണ, നൂൽപ്പെട്ട്, പൊറോട്ട, ബീഫ് കറി, ബീഫ് ഫ്രൈ, മീൻ കറി, വെജിറ്റബിള്, മൊത്തം തിരക്കാ മുനീറേ. ഇതാ ഇത്രക്കൊക്കെ വേണോ? അല്ല, കുറച്ചിലും വന്ന അന്യനായ ഗൾഫിലുള്ള മുനീറ എനിക്കല്ലേ എന്റെ നാടക്കേട് അതിലേക്ക്. പിന്നെ അപ്പൊ കാര്യമായിട്ടൊന്നുമില്ല മുനീറ. പെരുന്നാൾ അടിച്ചു പൊളിച്ച ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. പിന്നെ മുനീറേ, ഇവിടെ പാൽപ്പൊടി തീർന്നിക്കണേ. ആരെങ്കിലും കയ്യിൽ 2 ടിനി നിടോ കൊടുത്തേക്കടേ, മറന്നുകൊണ്ട്. എന്നാ ശരി മുനീറ, ഉമ്മച്ചിടെ കൊടുക്കാം. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. സുഖാണോ എന്റെ ഉമ്മക്ക്? വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോനെ, ഇന്നലെ എനിക്ക് പെരുന്നാളല്ലോ. ഉമ്മാന്റെ കുട്ടി എന്താ ഉണ്ടാക്കി കഴിച്ചേ? ഉമ്മ, എനിക്കിവിടെ സുഖാണുമ്മ. അവിടെ എല്ലാവർക്കും സന്തോഷല്ലേ? ഈ എല്ലാത്തും ഇവിടെ എന്ത് സന്തോഷം മോനെ. അങ്ങനെ പറയരുതമ്മ. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഉപ്പ അവിടെ പോയി? ഉപ്പ ഉദയത്തിന്റെ ഇറച്ചിനെ കിടന്ന് മാറിയ. ഉപ്പനോട് എന്റെ സലാം പറയണോ? എന്നാ പിന്നെ ഞാൻ വെക്കാം. സലാം അലൈക്കും. നല്ലൊരു ദിവസമായിട്ട് ഇനി കറിയാം. എന്താ പറ്റിയ എനിക്ക്? എന്താ പറ്റിയ? ഒന്നുമില്ലക്ക, പെരുന്നാളൊക്കെ അല്ലേ, നാട്ടിലേക്ക് വിളിച്ചതാ. എല്ലാരും വിശേഷങ്ങളും പങ്കുവെച്ചു. വാതുവരാതെ അവിടെ വളരെ കളർഫുൾ അല്ലേ നാട്ടില്. കൂട്ടത്തിൽ ഒരു ചോദ്യം മാത്രം എന്നോട് ആരും ചോദിച്ചില്ല. നീ വല്ലതും കഴിച്ചോന്ന്. പക്ഷേ എന്റെ ഉമ്മ മാത്രം എന്നോട് ചോദിച്ചു, വല്ലതും കഴിച്ചോന്ന്. നമ്മൾ പ്രവാസിയോട് ത്യാഗം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാ. സഹനശക്തി, ക്ഷമ ഒരുപാട് വേണം. ഒരുപാട് ഉള്ളിൽ കരയാണെങ്കിലും പുറത്ത് ചിരിച്ചു കാണിക്കണം. ഒന്നും ആരെ അടയ്ക്കരുത്. എനിക്ക് ഒന്നുമില്ല, ഞാനെനിക്കറിയില്ല. എന്റെ ഉമ്മക്ക് പകരം എന്റെ ഉമ്മ മാത്രമുള്ള ലോകത്ത്.